ഹായ് ഫ്രണ്ട്സ്, വിജയ് രമേഷ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. എനിക്കും കുറച്ച് സുഖമൊക്കെ ആയി. അത് കാരണമാണ് ഞാൻ ഫേസ് കാണിച്ച് ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നത്. എങ്കിൽ തന്നെയും ഞാൻ വോയിസ് ഓവർ കൊടുത്ത് റിവ്യൂ ചെയ്തത് നല്ല റെസ്പോൺസ് കിട്ടി. എന്നെ സപ്പോർട്ട് ചെയ്യുന്നതും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് വിജയ് രമേഷ് വ്ളോഗ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ആക്കി വെക്കണം. ഓക്കെ, വിജയ് രമേഷ് വ്ളോഗിലെ 37ാമത്തെ ദിവസത്തെ എപ്പിസോഡ് റിവ്യൂ ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. സാധാരണ ബിഗ് ബോസ് ഹൗസ് രാവിലെ തന്നെ ഉറക്കമുണർത്തി നല്ല പാട്ടും ഡാൻസൊക്കെ ആയിട്ടാണ്. പക്ഷേ ഇന്നാണെങ്കിൽ അങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ. ഇന്ന് ഹൗസിനകത്ത് വെച്ചിട്ട് അവരൊരു ഗെയിം പോലെ കളിക്കുന്നുണ്ട്. ഫ്രീസ് പിന്നെ മൂവ് എന്ന രീതിയിൽ. കുട്ടി നിന്നെ കിട്ടില്ലല്ലോ ചേട്ടാ, ആ പാട്ടൊക്കെ പാടിയിട്ട് ഒരു ഫ്രീസ് മൂവ് ആ ഗെയിം കളിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ജിൻഡോയും ഋഷിയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ഋഷി പറയുന്നുണ്ട് ഈ ഒരാഴ്ച എങ്കിലും നമുക്കൊരു ഹാപ്പി ആയിട്ട് പോകണം എന്ന രീതിയിൽ. അതിനുശേഷം നമ്മുടെ പൂജ വന്നിട്ട് ടാസ്ക് ലെറ്റർ വായിക്കുന്നുണ്ട്. ഒരു ടാസ്ക് ആയിട്ട് കൊടുക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ 3 ടീംസും നമ്മുടെ ടണല് ഡെന്ന് നെസ്റ്റിയും 3 ടീംസും പ്രോഗ്രാം അവതരിപ്പിക്കുക. അതായത് ഒരു എപ്പിസോഡ് സീരിയൽ പോലെ ഒരു മെലോ ഡ്രാമ ആ രീതിയിൽ പ്രോഗ്രാം അവതരിപ്പിക്കുക. ഹൗസിൽ ഈ ഒരാഴ്ച നടന്ന കാര്യങ്ങളെ ആസ്പദമാക്കിയിട്ടാണ്. തമാശയാവാം, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക സീരിയസ് ആകും, അല്ലെങ്കിൽ ഡാൻസ് ആവും, പാട്ടാകും, ഈ രീതിയിൽ വെച്ചിട്ട് ഓരോ അംഗങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇതിനനുസരിച്ചിട്ട് ഇവർക്ക് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. പവർ ടീമിൻ്റെ കയ്യിൽ പോയിന്റുകളുണ്ട്. ഇവർ ഓരോരോ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റിലേക്ക് ഇവർക്ക് ഓരോ ടീമായിട്ട് പോയി പോയിന്റുകൾ വാങ്ങും അവരിൽ നിന്ന്. നമ്മൾ പണ്ടെല്ലാം നേരത്തെ കാണുന്ന പോലത്തെ ടാസ്കുകൾ തന്നെയാണ്. അപ്പോൾ പോയിന്റ് കൊടുക്കുക. ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ആരാണോ അവരാണ് ഈ പവർ റൂം ചലഞ്ചിൻ്റെ ടാസ്ക് ആദ്യത്തെ വിജയിയാവുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോഗ്രാമാണ് കൊടുത്തത് കേട്ടോ. അങ്ങനെ ആ ഒരു എല്ലാവരും ടീംസായിട്ട് നിന്നിട്ട് അവരുടെ പ്രോഗ്രാമൊക്കെ ഒരു ചാർട്ട് ചെയ്ത് എങ്ങനെ ചെയ്യണം, ഏത് ചെയ്യണം, ആരെ റോള് നമുക്ക് എടുക്കാം എന്ന രീതിയിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജിൻഡോ ശരണി ഒരു ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. അതായത് ക്യാമറ നോക്കി പറ, പവർ റൂമിൻ്റെ അധികാരത്തിൽ നിങ്ങൾ ഡൺ റൂമിനെ ലോക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ ജിൻഡോ നമ്മൾ ശരണ്യോട് പറയുന്ന ഒരു വടിയുണ്ടല്ലോ, ആ വടിയൊക്കെ പിടിച്ചോണ്ട്. അപ്പോൾ ശരണ്യ ജിൻഡോ ചേട്ടൻ ഞാൻ പറയാം. അപ്പോൾ ശരണ്യ പറഞ്ഞു പവർ റൂമിൻ്റെ അധികാരത്തിൽ ശരണ്യ പറയുകയാണ് കുറച്ച് സമയം ഡൺ റൂമിനെ ഒന്ന് ലോക്ക് ചെയ്യണം എന്ന രീതിയിൽ. അങ്ങനെ എന്നറിയാമോ, പിന്നെ പൂജ വന്ന് എന്നെ ടാസ്ക് പേപ്പർ പോലെ വായിക്കുന്നുണ്ട്. അതായത് പവർ റൂമിൻ്റെ അധികാരത്തിൽ പവർ ടീമിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഡൺ റൂമിനെ ലോക്ക് ചെയ്യുന്നു. കിടക്കണം ഡൺ റൂം ലോക്ക് ആവുകയാണ്. അവിടെ ആരൊക്കെ ഇരിപ്പുണ്ടെന്ന് അറിയുമോ? ഡൺ റൂമിനകത്ത് ആൾറെഡി ഉള്ള അംഗങ്ങൾ നമ്മുടെ ഗബ്രിയുണ്ട്, റസ്മിനുണ്ട്, അർജുനുണ്ട്, അപ്സരയുണ്ട്. ഇവർ 4 പേരുണ്ട് ഡൺ റൂമിലെ ആൾക്കാർ. പക്ഷെ അതിനകത്ത് ഒരാളും കൂടി കയറി ഇരിപ്പുണ്ട്. വേറെ ആരുമല്ല, ജാസ്മിൻ. സിബിൻ വന്ന് പറയുന്നു ജാസ്മിൻ അവിടെ ഇരിക്കുന്ന കണ്ടില്ല കേട്ടോ എന്നൊക്കെ രീതിയിൽ. ജാസ്മിൻ ഇല്ലാതെ നിങ്ങൾ ഗെയിം പ്ലാൻ ചെയ്യൂ, നിങ്ങൾ എന്തിനാണ് പ്ലാൻ ചെയ്യാനായിട്ട് ജാസ്മിൻ അവിടെ ഇരിക്കുന്നത്? കാരണം ജാസ്മിൻ്റെ റൂം ഗ്രൂപ്പ് എന്ന് പറയുന്നത് ടണൽ ഗ്രൂപ്പാണ്. അപ്പോൾ ആ ടണൽ ഗ്രൂപ്പുകാർ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാണ്ട് ജാസ്മിൻ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് അപ്സര ചോദിക്കുന്നുണ്ട്, നിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു അവിടെ പ്രോഗ്രാം ഉണ്ടോ, നിൻ്റെ അടുത്ത് ഇപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ ഞാൻ പറഞ്ഞതില്ല എന്ന രീതിയിൽ. അപ്പോൾ നമ്മുടെ അപ്സരയും റസ്മിനും അർജുനും അവിടെ പെട്ടുപോയി സത്യം പറഞ്ഞാൽ. കാരണം മറ്റുള്ള അംഗങ്ങൾ നമ്മുടെ ജാസ്മിനെയും ഗബ്രിയെ ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ്. അങ്ങനെ ഓരോരോ ഇഷ്യൂസും കാര്യങ്ങളും കുറേ സമയം അതിൽ തന്നെ പോയി. വേറെ ഒന്നുമല്ല, ജാസ്മിൻ കുറേ സമയം അങ്ങനെ പിടിച്ചിരുന്നു. ജാസ്മിൻ പറഞ്ഞു എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന്, ഇപ്പം ബാത്റൂമിൽ പോകണം, പക്ഷേ കുറച്ച് കഴിഞ്ഞ് പോകണം, കാരണം ഞാൻ അപ്സരയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇന്നലെ. അതായത് പീരിയഡ്സ് എന്ന രീതിയിൽ സംസാരിക്കുന്നു. ഗബ്രി പറയുന്നത് എനിക്ക് ബാത്റൂമിൽ പോകണം, എനിക്ക് വാഷ്റൂമിൽ പോകണം, എനിക്ക് ഡോക്ടർ കുറിച്ച് തന്നതാണ്, സ്റ്റൊമക്ക് അപ്സെറ്റ് ആകുന്നുള്ള രീതിയിൽ, ഞാൻ മരുന്ന് കഴിക്കുന്നതാണ്, നിങ്ങൾ എന്താണ് കാണിക്കുന്നത് രീതിയിൽ. അപ്പോൾ സിബിന് പറയുന്നത് ഇതാണ് പവർ റൂമിൻ്റെ പവർ കണ്ടോ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. അപ്പോൾ അപ്സര എന്ന് പറഞ്ഞു സിബിൻ ചേട്ടാ അവർ കാരണം ഞങ്ങൾക്ക് എന്താണ്, ഞങ്ങൾക്ക് അപ്പോൾ ടാസ്കിൽ പങ്കെടുക്കണ്ടേ, ഞങ്ങൾക്ക് ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റില്ലേ? അപ്പോൾ റസ്മിൻ അർജുനോട് പറയുന്നത് എടാ അങ്ങനെയല്ല, ഇത് പവർ റൂമിൻ്റെ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ റൂളാണ്, ബിഗ് ബോസ് പറഞ്ഞതാണ് 3 ടീം പങ്കെടുക്കണമെന്നുള്ളത്. അപ്പോൾ അത് ഉറപ്പായിട്ടും തുറക്കും എന്ന രീതിയിൽ സംസാരിക്കും. പക്ഷേ ജാസ്മിനും ഗബ്രി അങ്ങോട്ട് കട്ടയ്ക്ക് നിൽക്കുകയാണ്. ഗബ്രി ആണെങ്കിൽ ജിൻഡോയൊക്കെ വെല്ലുവിളിക്കുന്നത് എടാ ഉളുപ്പില്ലാത്തവനെ, നാണമില്ലാത്തവനെ, നീ പോയി പവർ റൂമിൽ പോയി കുനിയെ നിൽക്കടാ എന്നൊക്കെ രീതിയിൽ സംസാരിച്ചു കേട്ടോ. ജിൻഡോ പറഞ്ഞു നീ മയക്ക് നോക്കി പറ, നീ ബിഗ് ബോസിനോട് പറയൂ, നീ ബിഗ് ബോസിനോട് സംസാരിക്കും വാഷ്റൂമിൽ പോകണമെന്നുള്ള രീതിയിൽ. അങ്ങനെ ഒരു ജഗടയായിരുന്നു. ഗ്രൂപ്പിൽ അംഗങ്ങൾ റസ്മിനെ അപ്സരയും അർജുനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരോട് ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ ഇനി മേലെ ഡൺ റൂമിൽ കയറത്തില്ല, ഇത് എന്ത് പ്രശ്നം വന്നാലും എന്ത് ശിക്ഷ വന്നാലും ഞാൻ ഏറ്റുവാങ്ങാൻ തയ്യാറ് തന്നെയാണ്, ജയിലിൽ പോകണോ ഞാൻ ജയിലിലും പോകാം എന്ന രീതിയിൽ ജാസ്മിൻ സംസാരിക്കുന്നു. ഗബ്രിയും ജിൻഡോയും കൂടിയിട്ട് ഒരു ഉരസൽ വരുന്നത് എന്താണെന്ന് പറയുമ്പോൾ ഗബ്രി ജിൻഡോയെ വിളിക്കുന്നത് ജിൻഡോ നിങ്ങളൊരു ക്യാപ്റ്റൻ അല്ലേ, നിങ്ങൾ ഞങ്ങളുടെ ക്യാപ്റ്റൻ അല്ലേ, ഞങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളല്ലേ അവർ പവർ ടീമുകാരോട് സംസാരിക്കേണ്ടത്. അപ്പോൾ ഉടനെ ജിൻഡോ
നീ എന്നെ വോട്ട് ചെയ്തോ, നീ എനിക്ക് വോട്ട് ചെയ്തെന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗബ്രി, അപ്പോൾ താങ്കൾ ഇവിടുത്തെ ക്യാപ്റ്റനല്ല, അപ്പോൾ ഇന്ന് മുതൽ ഞാൻ ക്യാപ്റ്റനെ അനുസരിക്കുന്നില്ല, ക്യാപ്റ്റന് ഞാൻ ഒരു രീതിയിൽ ഞാൻ റെസ്പോൺസ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റ് ഞാൻ കൊടുക്കുന്നില്ല എന്ന രീതിയിൽ നമ്മുടെ ഗബ്രി ജിൻഡോയോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ജിൻഡോ ഓടിപ്പോയി സിബിനോടൊക്കെ പറയാണ്. അവൻ പറയല്ലോ വോട്ട് ചെയ്ത് എന്നെ ജയിപ്പിച്ചോ. ഞാൻ ചോദിച്ചാൽ നീ എനിക്ക് വോട്ട് ചെയ്തോന്ന്. അപ്പോൾ സിബിനൊക്കെ ചിരിക്കുന്നു. എന്നിട്ട് സിബിനൊക്കെ പറയുന്നുണ്ട് അവർ ആഹാരത്തിലോ അല്ലെങ്കിൽ ബാത്റൂം കേസിലോ നമുക്ക് കൈവയ്ക്കാൻ പാടില്ല, മാത്രമല്ല ഇപ്പോൾ അവൾ പീരിയഡ്സ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. പവർ ടീമിനകത്ത് എല്ലാവരും ഒരു ഗ്രൂപ്പായി ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ശരണ്യ, ജാൻമണി, അതുപോലെ തന്നെ ഋഷി, സിബിനൊക്കെ ആയിട്ട് ഡിസ്കഷൻ വേറെ ഒന്നുമല്ല. പിന്നെ ഗബ്രി നമുക്കായിട്ട് അവനൊരു പോയിന്റ് ഇട്ട് തന്നിരിക്കുകയാണ്. ഒന്നാമത് അവൻ ക്യാപ്റ്റനെ അനുസരിച്ചിട്ടില്ല. നീ പോയി പവർ റൂമിൻ്റെ മുന്നിൽ പോയി കുഞ്ഞി നിൽക്കട, പിന്നെ എന്നെ നല്ല കുളിപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവൻ്റെ ശിക്ഷ കൊടുക്കാം എന്ന രീതിയിൽ പവർ റൂമിൻ്റെ ആ ഒരു വടിയുണ്ടല്ലോ, ആ വടിയെ പിടിച്ച് അവർ വന്ന് പറയുവാണ്. ഞങ്ങൾ പറയുവാണ് ഗബ്രി മാപ്പ് പറയണം, മാപ്പ് പറയുവാണെങ്കിൽ ഞങ്ങൾ റൂം തുറന്നു തരാം എന്ന രീതിയിൽ പറയുന്നുണ്ട്. ഇത് ഞങ്ങളുടെ ശാസന എന്ന് പറഞ്ഞ് സിബിൻ പറഞ്ഞു. അപ്പോഴത്തേക്കാണ് ജാസ്മിൻ ആ ഒരു വിമൻ കാർഡ് എടുത്തെന്നൊക്കെ പിന്നെ പറഞ്ഞുണ്ടായി, അതായത് പീരിയഡ്സ് ആണ് എന്ന രീതിയിൽ. അപ്പോഴത്തേക്ക് എല്ലാവരും എടാ ഗബ്രി നിനക്കൊരു നീ, അപ്പോൾ ഗബ്രി സിബിനോട് ചോദിക്കുന്നുണ്ട്, ഋഷിയോട് സിബിനോടും ചോദിച്ചു നിനക്കൊക്കെ ഒരു മാനുഷിക പരിഗണന ഉണ്ടോ എന്ന്. അപ്പോൾ ഇവർ തിരിച്ചടിച്ചു, എടാ നീയാണ് മാനുഷിക പരിഗണന കാണിക്കേണ്ടത്, നിൻ്റെ റൂമിനകത്തുള്ള ഒരു ആളാണ് ഇങ്ങനെ വാഷ്റൂം പോണ പീരിയഡ്സ് എന്നൊക്കെ പറയുന്നത്, അപ്പോൾ നീ ഒരു മാനുഷിക പരിഗണന കാണിച്ച് നീ വന്ന് മാപ്പ് പറയൂ, നീ മാപ്പ് പറയുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഗബ്രി മാപ്പ് പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഇനി ഇതിനിങ്ങനെ തുടർന്ന് കൊണ്ടുപോയാൽ കാര്യമില്ല എന്ന് തന്നെ അവർക്ക് മനസ്സിലായി. അങ്ങനെ സിബിൻ വന്ന് പറഞ്ഞു, ഓക്കെ ഇപ്പോൾ നമുക്ക് ഇത് പ്രേക്ഷകർ നമ്മളെ കാണുന്നുണ്ട്, നമ്മുടെ ഒരു ലെവൽ എപ്പോഴായാലും മുകളിൽ തന്നെ ആയിരിക്കും ഈ ഒരു പ്രശ്നം വച്ചിട്ട്. അപ്പോൾ ഗബ്രി ക്ഷമിക്കാൻ മാപ്പ് പറഞ്ഞ് പുറത്ത് വരാൻ തയ്യാറായിട്ടില്ല. പക്ഷെ അവർക്ക് പ്രോഗ്രാം ചെയ്യണം, മറ്റുള്ളവർ ഇവർ ബലിയാടാവുകയാണല്ലോ, അപ്പോൾ അവർക്ക് പ്രോഗ്രാം ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ല, ബിഗ് ബോസ് അവരുടെ റൂം ഒന്ന് ലോക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ ഡെൻ റൂം ഓപ്പൺ ആയിരിക്കുകയാണ്. ഈ സമയം ജാസ്മിനും ഗബ്രിയും പോയി കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് നമ്മൾ ജയിച്ചു മോനെ എന്നുള്ള രീതിയിൽ ഒരു ചിരി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ മെലോ ഡ്രാമ. ഇവരെ സംബന്ധിച്ചാണോ എന്ന് എനിക്ക് അറിയത്തില്ല, ഇവരൊരു മെലോ ഡ്രാമയിൽ ഇവിടെ കാണിക്കുന്നത്. അത് പിന്നീട് ഹൗസിൽ ആൾക്കാരൊക്കെ അങ്ങോട്ട് ചർച്ച ചെയ്ത് തുടങ്ങി കേട്ടോ. ഈ സിബിനും പവർ ടീമുകളെല്ലാം എല്ലാ ആൾക്കാരും ഡിസ്കഷൻ നടന്നിട്ടുണ്ടായിരുന്നു, അതായത് ഇവരെ തുറന്നു വിടുന്നതിന് മുന്നായിട്ട് ഡിസ്കഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തും ഈ ജാസ്മിൻ ഇങ്ങനെ ഒരു കണ്ടീഷൻ ആണെന്നുള്ള രീതിയിൽ നോറ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല ലാസ്റ്റ് വന്ന് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാമെന്ന രീതിയിൽ നോറ അവിടെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിബിൻ പറഞ്ഞ് അവൻ്റെ ഈഗോയാണ് ആര്, ഗബ്രിക്ക്. ആ ഗബ്രിയുടെ ഈഗോയ്ക്ക് മുകളിൽ ഒരു പടി മുന്നിൽ തന്നെയാണ് പവർ ടീം എന്ന രീതിയിൽ. അവർക്ക് കുഴപ്പമൊന്നുമില്ല, പവർ ടീമുകാർക്ക് കുഴപ്പമൊന്നുമില്ല, ഒരു ഗെയിം പാർട്ട് ഓഫ് ഗെയിം എന്ന രീതിയിൽ തന്നെയാണ്. അങ്ങനെ അടിപൊളി ടാസ്ക് ഇത് ആരംഭിച്ചിരിക്കുകയാണ്. ഡെൻ റൂമിൽ നിന്നാണ് ആദ്യം വന്നിരിക്കുന്നത്. മെലോ ഡ്രാമ റൗണ്ടിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് അപ്സര ജിൻഡോയുടെ വേഷമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ജാൻമണിയുടേത് അർജുനാണ് അവതരിപ്പിച്ചത്, നല്ല സൂപ്പറായിരുന്നു. അതുപോലെ തന്നെ നോറ ഗബ്രിയാണ്, റസ്മിനാണെങ്കിൽ ജാസ്മിൻ്റെ റോളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ തുടങ്ങുന്നത് തന്നെ അപ്സര ജിൻഡോയുടെ രീതിയിലാണ് കേട്ടോ. എൻ്റെ സൂര്യ ഭഗവാനി, സൂര്യൻ എവിടെ? സൂര്യ എന്നെയും എൻ്റെ ജാനിനെയും കാത്തോളണമേ, ഞങ്ങളെ കണ്ടിട്ട് മാത്രമേ പുറത്തു പോകാവൂ എന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ നമ്മുടെ അർജുനാണെങ്കിൽ ഹേ ജിൻഡോ ചേട്ടാ എനിക്ക് ഷേപ്പ് ഉണ്ടോ, ജിൻഡോ ചേട്ടൻ എൻ്റെ മുത്താണ്, ജിൻഡോ ചേട്ടൻ എൻ്റെ സ്വത്താണ് എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു കേട്ടോ അർജുൻ, പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഗബ്രിയോടെ ചുരിദാറൊക്കെ ഇട്ടിരിക്കുകയാണ്, നോറയുടെ റോളാണ്. ഞാനിവിടെ വന്നത് തെറ്റാണോ, ഇത് എനിക്കിവിടെ നിൽക്കണ്ടേ എന്ന രീതിയിൽ. അപ്പോൾ റസ്മിൻ ചായയും കൊണ്ട് വരുവാണ് ജാസ്മിൻ്റെ റോളായിട്ട്. നോറ ചായ എന്ന രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ തള്ള ആരാ, ജാൻമണിയെ നോറ പറയുകയാണ്. അപ്പോൾ നീ ആരടി എന്ന് പറഞ്ഞിട്ട് ആര് വരുന്നുണ്ട്, അർജുൻ, അതായത് ജാൻമണി റോളിൽ വരുവാണ് കേട്ടോ. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ബിഗ് ബോസ് എനിക്ക് പോകണം, എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജാൻമണി പോകുമ്പോഴത്തേക്ക് ജിൻഡോ കരയാണ്. ഏ പ്രഭു, ഏ സൂര്യ ഭഗവാനെ, എൻ്റെ ജാൻ അവിടെ എന്ന് പറഞ്ഞ് ജിൻഡോ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അയ്യോ എൻ്റെ ജാനെ എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ ജാൻമണി കടന്നു വരുന്നുണ്ട്. ജിൻഡോ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് നല്ല രസമായിരുന്നു കേട്ടോ അർജുന, അടിപൊളിയായിരുന്നു. ജിൻഡോ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ജാൻ അപ്പുറത്ത് ഗബ്രി പാട്ട് പാടുന്നത്. അപ്പോൾ ഇങ്ങനെ സ്ലോ മോഷൻ വരുന്ന പോലെ തന്നെ. അപ്പോൾ റസ്മിനാണ് ജിൻ ജാൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മെലോ ഡ്രാമ സീരിയൽ പോലെയാണല്ലോ. അപ്പോൾ അവസാനം ജാനിനെ രക്ഷിക്കാൻ ജിൻഡോയ്ക്കാകുമോ, നോറയുടെ മൊയിന്ത് മാറുമോ,
കാത്തിരുന്ന് കാണുക. രണ്ടാമതായി വന്നിരിക്കുന്ന നെക്സ്റ്റ് ടീമാണ് കേട്ടോ. നെക്സ്റ്റ് ടീമിൽ നിന്നും സായി, നോറ, അഭിഷേക് ശ്രീകുമാർ, അഭിഷേക് ജയദേവ്, നന്ദന. അപ്പോൾ സായി നോറയുമാണ് നമ്മുടെ അർജുൻ്റെയും ശ്രീധുവിൻ്റെ വേഷമാണ് അവർ എടുത്തിരിക്കുന്നത് കേട്ടോ. നന്ദനയും അഭിഷേക് ജയദേവും ഗബ്രിയും ജാസ്മിനുമായിട്ടാണ്. അഭിഷേക് ശ്രീകുമാർ ജിൻഡോയുടെ റോളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആദ്യം നമ്മുടെ സായിയുടെയും അതുപോലെ തന്നെ നോറയുടെയും പെർഫോമൻസ് അർജുൻ ശ്രീധു എന്താ നോക്കാം. ഒരു ചെയറിൽ ഒരു കണ്ണും കണ്ടും നോക്കിയിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഈ പാട്ട് പാടുന്നുണ്ട് കേട്ടോ. കണ്ണും കണ്ണും കഥകൾ കൈമാറും അനുരാഗമേ, ആ പാട്ടൊക്കെ പാടുന്നുണ്ട്. അപ്പോൾ സായി ചോദിക്കുകയാണ് ഒരു ഐസ്ക്രീം എടുക്കട്ടെ. അപ്പോഴത്തേക്ക് നോറ ചേട്ടാ തക്കാളി തൊക്ക് വേണമാ എന്ന രീതിയിൽ. അയ്യോ ഇവിടെ ഇരുന്നാൽ ഈ ഐസ്ക്രീം അങ്ങനെ അലിയില്ല, നമുക്ക് നേരെ വാഴത്തോപ്പുകൾക്കിടയിൽ പോകാമെന്ന് പറഞ്ഞിട്ട് വാഴത്തോപ്പിൽ ഇരിക്കുന്ന ആരെന്ന് പറയുമ്പോൾ നമ്മുടെ നന്ദനയും അഭിഷേക് ജയദേവ് ഇരിക്കുകയാണ്. നിനക്ക് എന്താടാ, എടാ പറയടാ, നീ എനിക്ക് ആരടാ, നീ പറ, നിനക്ക് എന്താടാ എന്ന രീതിയിൽ. ഞാൻ നിനക്ക് ആരാണ്? അയ്യോ നീ എനിക്ക് അച്ഛനാണ്, നീ എനിക്ക് അമ്മയാണ്, നീ എൻ്റെ എന്താണ് എൻ്റെ ബ്രദറാണ്, അല്ലെങ്കിൽ നീ എൻ്റെ പ്ലംബറാണ്, ഇലക്ട്രീഷ്യനാണെന്ന രീതിയിലൊക്കെ സംസാരിക്കും. നന്നായിട്ട് പെർഫോം ചെയ്തു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ജിൻഡോയുടെ റോൾ എടുക്കുകയാണ്. ജിൻഡോ അയ്യോ 19 പേരിൽ നിന്നും ഞാൻ 16 പേരാക്കാൻ പെട്ട പാട്, അല്ല 13 പേരാക്കാൻ പെട്ട പാട് എനിക്കേ അറിയാവൂ. ഇപ്പോഴത്തെ വീണ്ടും 6 പേര് കടന്നു വന്നു, വീണ്ടും 19. നോ സൂര്യഭഗവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പവർ റൂമിൽ ഞാനും പവർ റൂമിൽ യവനും പവർ റൂമിൽ, അതായത് അർജുനും ജിൻഡയും താക്കോൽ കൈക്കലാക്കാം. ബിഗ് ബോസ് ഞാൻ കള്ളനല്ല, ദയവ് ചെയ്ത് ഈ കണ്ടന്റ് വെളിയിൽ വിടരുത്, ഞാൻ പവർ റൂമിലേക്ക് എനിക്ക് വേണം, അതുകൊണ്ട് ഞാൻ എടുക്കുകയാണ്, ബിഗ് ബോസ് പ്ലീസ് ഇത് പുറത്ത് വിടല്ല എന്ന രീതിയിൽ. അപ്പോഴത്തേക്ക് ഇവൻ ഇനി കോംബോ പിടിക്കുക, ഒന്നും ഏൽക്കുന്നില്ല, കോംബോ പിടിക്കുക. അപ്പം നമ്മൾ നന്ദന കുട്ടിയെടുത്ത് വെച്ചു എന്താ പേര്? അത് നന്ദന. നന്ദന മനസ്സ് വെച്ചാൽ നമുക്ക് ഈ ബിഗ് ബോസ് ഹൗസ് ഒന്ന് മണിയറയാക്കാം, പോരുന്നു എൻ്റെ കൂടെ ചി എന്ന രീതിയിൽ അവരുടെ പ്രോഗ്രാം തീരുന്നുണ്ട്. നന്നായിട്ട് ചെയ്തു അവർ. മൂന്നാമതായി വന്നിരിക്കുന്നത് നമ്മുടെ ടണൽ ഗ്രൂപ്പിൽ നിന്നാണ് ജാസ്മിൻ, അതുപോലെ തന്നെ ശ്രീരേഖ, ശ്രീധു, അൻസിബ. ജാസ്മിൻ്റെ റോൾ തന്നെ എടുത്ത്, പക്ഷേ എനിക്കതിനോട് വലിയ താല്പര്യം തോന്നുന്നു. ജാസ്മിൻ്റെ റോൾ വേറെ ആരെങ്കിലും ചെയ്യണമായിരുന്നു. ഗബ്രിയുടെ റോൾ ശ്രീരേഖ നന്നായിട്ട് ചെയ്തു. അൻസിബ ജാൻമണിയാണ്, ശ്രീധു ജിൻഡോയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ടാസ്ക് ആരംഭിക്കുകയാണ്, പെർഫോമൻസ് ആരംഭിക്കുകയാണ്. അപ്പോഴത്തേക്ക് ജാസ്മിൻ വന്നിട്ട് ജിൻഡോയ്ക്ക് മാത്രം എന്താ അവിടെ പ്രയോറിറ്റി ഉള്ളത്, ജിൻഡോ അവിടെ ആരാണ്, ജിൻഡോയ്ക്ക് എന്താണ് അവിടെ പ്രയോറിറ്റി ഉള്ളതെന്ന രീതിയിൽ. അപ്പോഴത്തേക്ക് ഗബ്രി അതായത് ഒരു അന്യഗ്രഹം ഇവിടെ വന്നിട്ടുണ്ട്, ആ ഗ്രഹത്തിൻ്റെ പേരെന്താണെന്ന് അറിയാവോ? അപ്പോഴത്തേക്ക് നമ്മുടെ ജാസ്മിൻ ഗബ്രി മിണ്ടാരി അല്ല ഞണ്ടിന് ഇവിടെ എത്ര കാലമാണ് എന്ന രീതിയിൽ നന്നായിട്ട് ആക്ഷൻ ചെയ്തു കേട്ടോ. ശ്രീരേഖ നന്നായിട്ട് ആക്ഷൻ ചെയ്തു. അപ്പോഴത്തേക്ക് ഗബ്രി നീ പോടാ, നീ 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 എൻ്റെ പേഴ്സണൽ സ്പേസിൽ നിന്ന് മാറടാ എന്ന രീതിയിൽ. അപ്പോൾ അൻസിബ പാട്ടും പാടി വരികയാണ്. കൊട്ടാമ്പാക്ക് കൊളുന്ത് വെറ്റിലേ ലലാ നാക്ക് സുവക്ക ചുണ്ണാമ്പു വേണം, 4 സുവക്ക മാപ്പിള വേണം. ആ പാട്ടും പാടി നന്നായിട്ട് പെർഫോം ചെയ്ത് വന്നു കേട്ടോ. ജിൻഡോ ചേട്ടാ സുഖത്ത് തരൂ, എൻ്റെ ജാൻമണി ഒന്നും ചെയ്യരുത്, എൻ്റെ നെഞ്ചത്ത് ചവിട്ടിയ ജാൻമണി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാവോ? പക്ഷേ എനിക്ക് ഈ 3 ടീമുകാരും പെർഫോമൻസ് ചെയ്ത സമയത്ത് ജാൻമണി എടുത്തു. ജാൻമണി ഒരു കണ്ടന്റ് തന്നെയായിരുന്നു ഈ 3 ടീംസിനും. മെലോ ഡ്രാമ റൗണ്ടിൽ 3 പേര് നന്നായിട്ട് നമ്മുടെ എന്താ പറയേണ്ടത്, അർജുൻ ആകട്ടെ, അതുപോലെ തന്നെ അൻസിബയാകട്ടെ, എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു ജാൻമണിയുടെ റോൾ കേട്ടോ. അൻസിബ ഉണ്ടല്ലോ ജാൻമണിയുടെ റോൾ നല്ല പെർഫോം ചെയ്തു കേട്ടോ. ദിസ് ഈസ് ജാൻമണി, ഐ ആം എ ബിസിനസ് ക്ലാസ്, ഐ ആം നോട്ട് എ ലോക്കൽ ക്ലാസ് എന്ന രീതിയിൽ. അതിനുശേഷം ഈ കപ്പുകൾക്ക് വേണ്ടി അടികൾ കൊടുക്കുന്ന രംഗമാണ് കാണിക്കുന്നത്. ബിഗ് ബോസ് നിർത്തിക്കഴിഞ്ഞാൽ ഈ കപ്പിന് വേണ്ടിയിട്ട് ജിൻഡോ ജാൻമണി ഒരു ഫ്രണ്ട്ഷിപ്പാണ്. പക്ഷേ ഇവർ കപ്പ് ആർക്ക് കൊടുക്കും? ജാസ്മിൻ ഗബ്രി കപ്പ് ആർക്ക് കൊടുക്കും? അപ്പോൾ ആ കപ്പിന് വേണ്ടി കപ്പ് വേണം, നീ കപ്പെടുത്തോ, പൈസ എനിക്കിതാ എന്ന രീതിയിൽ അവർ അഭിനയിക്കുന്നുണ്ട്. അതിനുശേഷം എന്ന് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു വെക്കുക, ലാസ്റ്റ് മെലോ ഡ്രാമ റൗണ്ടാണല്ലോ, സീരിയൽ എപ്പിസോഡ് പോലെ ചെയ്യേണ്ടതാണല്ലോ. ജാൻമണിക്ക് ബിസിനസ് ക്ലാസ് യാത്ര ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ഗബ്രി ജാസ്മിന് പുറത്തിറങ്ങിയാൽ സീരിയലിൽ അത് അഭിനയിക്കുമോ, അതോ ഇനാഗ്രേഷൻ ചെയ്ത് ജീവിക്കുമോ? ജിൻഡോയുടെ ജിം പൂട്ടുമോ പുറത്തിറങ്ങിയാൽ? കാത്തിരുന്ന് കാണുക. ഇനി നമുക്ക് BB പ്ലസിനകത്ത് നടന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ നോക്കാം. അപ്പോൾ സിബിന് അവർ പവർ ടീമിൻ്റെ ആൾക്കാരെല്ലാവരും കൂടെ ഒന്ന് പറയുകയാണ്, ഞങ്ങളിവിടെ ഒരു കമ്മീഷനെ വെച്ചിട്ടുണ്ട്, പ്രശ്ന പരിഹാര കമ്മീഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് വന്ന് പറയാം, ഞങ്ങളത് നിങ്ങളുമായിട്ട് ചേർന്ന് ഡിസ്കസ് ചെയ്യും. അതല്ല തന്നെ ഗ്രൂപ്പിൽ എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാമെന്ന രീതിയിൽ പറഞ്ഞു. അപ്പോൾ ജാസ്മിൻ പറയുകയാണ്, എന്നാൽ ക്യാപ്റ്റനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം, അല്ല ഒരു പറയാമോ? അതും പറയാം, എന്താണെന്ന് ചോദിക്കുന്നു. അത് രാവിലെ ഞാനൊരു കാര്യം പറഞ്ഞപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു കാലുവാരി നിലത്ത് അടിക്കുമെന്ന രീതിയിൽ സംസാരിച്ചു, അപ്പോൾ എനിക്ക് അതിനെതിരെ ആക്ഷൻ വേണം എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സിബിൻ പറയുന്നുണ്ട്, അപ്പോൾ ജിൻഡോ എന്ന് പറയുന്നുണ്ട് പുള്ളി എന്നാണ് നമ്മളെ ജാസ്മിൻ പറഞ്ഞത്. അപ്പോൾ ജിൻഡോ പറഞ്ഞ് ആദ്യം എന്നെ കാക്ക എന്ന് വിളിച്ചിരുന്നു, പിന്നെ ഇക്ക എന്ന് വിളിച്ച്, ഇപ്പം തന്നെ പുള്ളി എന്ന് വിളിക്കുന്നു, എന്നെ അങ്ങനെ വിളിക്കാൻ പാടില്ല, ഞാൻ ഇവിടുത്തെ ക്യാപ്റ്റനാണ്,
ആണ്, ഒന്നുകിൽ ക്യാപ്റ്റൻ എന്ന് പറയാം, അല്ലെങ്കിൽ ജിൻഡോ എന്ന് പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു, എന്നാൽ എന്നെയും നീ എന്ന് വിളിക്കാൻ പാടില്ല, എന്നെയും ജാസ്മിൻ എന്നേ വിളിക്കാവൂ എന്ന രീതിയിൽ അവരൊരു ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ട്. അതിനുശേഷം പവർ ടീമുകാരെല്ലാം കൂടി ആലോചിച്ചിട്ട് ഇവരെന്നറിയാമോ ഒരു തീരുമാനം, ഒരു പവർ ബില്ല് അടിച്ചിട്ട് ഒരു ബോർഡിൽ എഴുതുകയാണ്. അവിടെ അവർ പറയുകയാണ്, അതായത് ഞങ്ങളിവിടെ ഒരു പവർ കോർട്ട് റൂം എന്ന രീതിയിലുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് വാദി പ്രതി നിങ്ങളുടെ സാക്ഷികളൊക്കെ ആയിട്ടൊന്ന് ആ കോർട്ടിൽ നിങ്ങൾക്ക് വാദിച്ചിട്ട് എല്ലാവരുടെയും ഭൂരിഭാഗം ആൾക്കാരുടെ അഭിപ്രായം അനുസരിച്ച് അതിനകത്തുള്ള നമുക്ക് ശിക്ഷ നമുക്ക് നടപ്പിലാക്കാൻ പറ്റും. അപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നത്, നിങ്ങളുടെ മുന്നിലല്ലേ വെച്ച് പറഞ്ഞത്, പിന്നെ നിങ്ങൾക്ക് ബോധ്യമായ കാര്യമല്ലേ, അത് നമ്മുടെ റസ്മിൻ പോയി സിബിനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സിബിൻ പറഞ്ഞു, ഞാൻ അതിന് തെറ്റാണ്, എതിരാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ജിൻഡോ പറഞ്ഞത് ഞാനാണെങ്കിൽ നിലത്ത് കാലെ തൂക്കി വാരി അടിച്ചേനെ എന്നാണ് പറഞ്ഞത്, അല്ലാതെ അടിക്കുമെന്നല്ല പറഞ്ഞത്. അപ്പോൾ രാവിലെ മുതൽ അവൾ ജിൻഡോയെ ചുമ്മാ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്ത് ചൊറിയാൻ നിൽക്കുകയാണ്, നീ അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിൽ സിബിൻ നമ്മുടെ റസ്മിനോട് പറയുന്നുണ്ട് കേട്ടോ. രണ്ട് കാര്യങ്ങളാണ് ജാസ്മിൻ സിബിനോട് ആവശ്യപ്പെടുന്നത്, അതായത് പവർ ടീമുകാരോട് പറയുന്നത്. ഒന്നാമതെന്ന് വെച്ചാൽ ഇപ്പോൾ ജിൻഡോ ഇങ്ങനെ കാലെ നിലത്ത് വരെ അടിച്ചേനെന്ന് പറഞ്ഞ സമയത്ത് ജിൻഡോ ഒരു പരാതി ഉന്നയിച്ചു, അതായത് ഞാൻ ഇന്നലെ ഇവളടുത്ത് മയക്കിട്ട് സംസാരിക്കാൻ പറഞ്ഞ സമയത്ത് ഇവൾ പറഞ്ഞു താൻ പോടോ, താൻ കൊണ്ട് കേസ് കൊടുക്കണോ എന്ന രീതിയിൽ സംസാരിച്ചു, എങ്കിൽ എനിക്ക് ഇവൾക്കെതിരെ അതിനും ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞത്. അതായത് ജാസ്മിൻ ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ജിൻഡോ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു, അത് എന്തായാലും ഈ അന്വേഷണ പരിധിയിൽ വരുന്നതല്ല, അതായത് ഈ പവർ റൂമുകാർ അധികാരം വെളുക്കുന്നതിന് മുന്നേ നടന്ന കാര്യമാണ്, അത് ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്ന രീതിയിൽ. അപ്പോൾ സിബിൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു, ഓക്കെ അത് അക്സെപ്റ്റ് ചെയ്യാൻ ഞങ്ങൾ ഈ പരാതി എടുക്കുന്നില്ല എന്ന് പറഞ്ഞു, ജിൻഡോയുടെ ആ പരാതി എടുക്കില്ല എന്ന് പറഞ്ഞു. രണ്ടാമത് ജാസ്മിൻ ഉന്നയിക്കുന്ന പവർ ടീമുകാരെടുത്ത് ഇവർ പവർ ബില്ല് അടിച്ചിട്ട് അവരുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ബോർഡിൽ എഴുതിയല്ലോ, അത് ഇവിടെ ശിക്ഷിക്കാനുള്ള അല്ലെങ്കിൽ ശിക്ഷ എഴുതാനുള്ള ബോർഡാണ്, നിങ്ങളെ കൺസെപ്റ്റ് എഴുതാനുള്ള ബോർഡല്ല. അപ്പോൾ സിബിൻ അവിടെ അയ്യോ ആണോ, അപ്പോൾ പറഞ്ഞു ഞങ്ങളാണെങ്കിൽ ഞങ്ങളിവിടെ ഇല്ലായിരുന്നു ആ സമയം, ഞങ്ങൾ പുറത്തു നിന്നാണ് വന്നതാണ്, അപ്പോൾ ഞങ്ങൾക്ക് അറിയില്ല റൂൾ ബുക്കിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഉടനെ ജാസ്മിൻ പറയുന്നുണ്ട്, പൂജ 24 മണിക്കൂർ കുത്തിയിരുന്ന് ലൈവെല്ലാം കണ്ടിട്ട് വന്നില്ല, അപ്പം കണ്ടില്ല. അപ്പോഴത്തേക്ക് പൂജയ്ക്ക് ദേഷ്യം, ജാസ്മിനെ നീ പറഞ്ഞ കാര്യം ഞങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്ത് ഞങ്ങളത് സോറി പറഞ്ഞല്ലോ, പിന്നെ നീ എന്താണ് അങ്ങനെ പറയുന്നത് എന്ന രീതിയിൽ സിബിനും പൂജയും ജാസ്മിനോട് കേൾക്കുന്നുണ്ട്. പിന്നെ ശരണ്യയും ഗബ്രിയും സംസാരിക്കുന്നുണ്ട് ഒരു ജഗട പോലെ. പിന്നെ ഗബ്രിയും ശ്രീരേഖയും തമ്മിൽ ശ്രീരേഖ പോലെ എടാ പോടാ ചള്ളു ചേർക്കാൻ നീ പോടാന്ന രീതിയിലൊക്കെ സംസാരിക്കും. അപ്പോൾ ഉടനെ ഗബ്രി പറയുന്നുണ്ട്, ശ്രീരേഖ ചേച്ചി ഒരു കാര്യം പോയി കുറച്ച് സവാളായിരിക്കും എന്ന രീതിയിൽ ശ്രീരേഖ ചേച്ചി എന്നെ വിളിച്ചെടുത്ത് പിന്നെ അത് ശ്രീരേഖ എന്നായും അങ്ങനെ ഒരു ചെറിയൊരു തർക്കങ്ങളൊക്കെ സംസാരം. അതായത് ജാസ്മിൻ ആണെങ്കിൽ ജിൻഡോയെ ശിക്ഷിക്കണം, എന്താണ് ഈ കാല് വരെ നിലത്ത് തൂക്കി അടിക്കുമെന്ന് പറഞ്ഞില്ല, അടിച്ചേനെ എന്നാണ് പറഞ്ഞത്. ആ ഒരു രംഗമില്ല, അതിനെതിരെയാണ് ഇപ്പോൾ ജാസ്മിൻ ഇവിടെ നിന്ന് ഓരോ ഇങ്ങനെ ഇവരെടുത്ത് നിങ്ങൾ ആക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഈ പവർ ടീമിൻ്റെ പുറകെ ഇങ്ങനെ പോകുന്നത്. പക്ഷെ അവരത് ഇഗ്നോർ ചെയ്യുവാണ്. പിന്നെ കാണിക്കുന്നത് ഇവരെല്ലാവരും പ്രാക്ടീസ് ചെയ്യണം, മെലോ ഡ്രാമ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പോൾ BB+-നകത്ത് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ നോറയുടെ ടീം ഉണ്ടല്ലോ, നമ്മുടെ സായി ടീം, അപ്പോൾ ഇവർക്കാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നോറയ്ക്ക് ജാൻമണിയുടെ റോൾ ചെയ്യണം. ജാൻമണിയുടെ റോൾ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ സായി പറഞ്ഞു, നീ അത് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് സംസാരിക്കും, പ്രശ്നം വേറെ വഷളായി പോകും, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആ രീതിയിൽ സംസാരിക്കും. പക്ഷെ നോറയ്ക്ക് അത് നോറ പറയുന്നത് ഞാൻ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് ചെയ്യില്ല, പക്ഷെ ഞാനത് നന്നായിട്ട് ചെയ്യും, അതുകൊണ്ട് എനിക്ക് ശ്രീധുവിൻ്റെ റോൾ വേണ്ട, ജാൻമണിയുടെ റോൾ കൊടുക്കണം എന്നിട്ട് നോറ പറയുന്നത്. അപ്പോൾ അതിനെതിരെ സായി, അഭിഷേക്, ശ്രീകുമാർ എല്ലാവരും കൂടി നീ പോടി എന്നൊക്കെ രീതിയിൽ അങ്ങോട്ടും സംസാരിക്കും, നീ എന്താണ് ഇത്ര റിവെഞ്ച് കാണിക്കുന്നത്. അപ്പോൾ സായി പറയുന്നുണ്ട്, നിൻ്റെ പല കാര്യങ്ങൾക്ക് ഞാൻ ഇവിടെ നിന്നിട്ടുണ്ട്. അപ്പോൾ നോറ പറഞ്ഞു, ഞാനിവിടെ എപ്പോഴും ഒറ്റയ്ക്കാണ്. ഇല്ല നോറ, നിൻ്റെ തോന്നലാണ്, നിനക്ക് വേണ്ടി ഞാൻ സംസാരിച്ചിട്ടുള്ള രീതിയിൽ. അപ്പോൾ നോറ വാഷ്റൂം കൊണ്ടിരുന്നു, ആ സൂഷ്യൽ കരച്ചിൽ വരുന്നുണ്ട്. അപ്പോൾ അൻസിബേ ശരണ്യ വന്നിട്ട് ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യണം, എടി നീ ഇവിടെ ഒരു നല്ലൊരു എന്താ പറയേണ്ടത് പവർഫുള്ളായ ഒരു ഗെയിമറാണ്, അതുകൊണ്ടാണ് നിന്നിങ്ങനെ തളർത്താൻ നോക്കുന്നത്, നീ തളരരുത് എന്ന രീതിയിൽ നീ നോക്കുക. അൻസിബ പറയുന്നുണ്ട്, ശരണ്യ എനിക്ക് തമ്മിൽ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ പറഞ്ഞ് തീർത്തായിരുന്നു, അപ്പോൾ അതുകൊണ്ട് നീ അത് ഇഗ്നോർ ചെയ്യും, നീ പോയി അവരോടടുത്ത് ആ പരിപാടിയിൽ പങ്കെടുക്കുക. അതായത് നമ്മുടെ ടാസ്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെയാണ് ശ്രീധുവിൻ്റെ റോൾ അവളെടുത്തത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും അൻസിബയും ശരണ്യയും നോറ അത് ചിരിപ്പിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ശരണ്യ ഓരോ കൗണ്ടറൊക്കെ പറഞ്ഞ് നോറയെ ചിരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ രംഗം അവിടെ കഴിഞ്ഞു പോയി. അടുത്തെന്താണെന്ന് വെച്ചാൽ ഈ ജാസ്മിൻ പിന്നെയും നമ്മുടെ സിബിൻ്റെ പുറകെ പോവുകയാണ്. സിബിൻ്റെ പിറകെ നമ്മൾ ജാസ്മിൻ നടക്കുന്നത് വെച്ചാൽ എന്തായാലും തീരുമാനം എടുക്കണം. സിബിനാണെങ്കിൽ ഒരൊറ്റ വാശിയിൽ ഇന്ന് ഞങ്ങൾക്ക് തീരുമാനം എടുക്കാൻ വയ്യ, ടാസ്ക് എല്ലാം ചെയ്ത് ഞങ്ങൾ തളർന്നിരിക്കുകയാണ്. അപ്പോൾ ഋഷിയോട് പറയട്ടെ, നിങ്ങളോട് ജനാധിപത്യമല്ലേ ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്താണ് എൻ്റെ കാര്യം നിങ്ങൾക്ക് എടുത്തുകൂടി, നിങ്ങൾ എന്താണ്. അപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇഗ്നോർ ചെയ്യണം. അപ്പോൾ സിബിൻ പറയും, ഞങ്ങൾക്ക് വയ്യ, ഞങ്ങൾക്കൊന്ന് പാട്ട് പ്രാക്ടീസ് ചെയ്യണം, ചിലമ്പലിക്കാറ്റെ ഒന്ന് തിറ്റി അടിച്ചാട്ടെ, ആ പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിബിൻ പറയും, ഇല്ല പറ്റില്ല, ഞങ്ങൾക്ക് ഇന്ന് പറ്റത്തില്ല, അയ്യോ ഞാൻ തലയിറങ്ങി വീഴുന്നതെന്ന് പറഞ്ഞിട്ട് സിബിൻ തലയിറങ്ങി വീഴുന്നുണ്ട്.
അപ്പോൾ അഭിഷേക് ശ്രീകുമാർ ഓടി വന്നിട്ട് അയ്യോ എൻ്റെ സിബിൻ ചേട്ടൻ തലയിറങ്ങി വീണ്, അയ്യോ സിബിൻ ചേട്ടാ മെഡിക്കൽ റൂം കൺവെൻഷൻ റൂം എന്നൊക്കെ പറഞ്ഞിട്ട് സിബിനെ എടുത്തുകൊണ്ട് പോകുന്നത് ചുമ്മാ ഒന്ന് അതെ. അപ്പോൾ ജാസ്മിൻ നിന്ന് ഉരുകയാണ് കേട്ടോ. ജാസ്മിൻ എന്ന് ഇഗ്നോർ ചെയ്തത് തന്നെയാണ്. അപ്പോൾ ജാസ്മിൻ ഋഷി നീയും ഇതൊക്കെ മുകളിൽ ദൈവം കാണുന്നുണ്ട് കേട്ടോ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഗബ്രിയും അപ്സരയും തമ്മിൽ സംസാരിക്കാനും അവർ വൈൽഡ് കാർഡായിട്ട് ഇവിടെ വന്നിട്ട് എന്നെ മാക്സിമം തളർത്താൻ നോക്കി. അപ്പം ഞാൻ തളരില്ല എന്ന് കണ്ടപ്പം ആ പാവത്തിന് എല്ലാവരും കൂടി വലിച്ചു കീറിയാണ്. ഇനി ഞാൻ അവൾ ആർക്കും വിട്ടു കൊടുക്കില്ല. എൻ്റെ അപ്പൻ നേരിട്ട് ഇവിടെ എന്ന് പറഞ്ഞാലും എൻ്റെ ജാസ്മിനെ ഞാൻ ഇനി വിട്ടു കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗബ്രി പൂർവാധിക ശക്തിയോടെ പറയാണ്, എൻ്റെ അപ്പൻ നേരിട്ട് ഇവിടെ വന്ന് പറഞ്ഞാൽ എൻ്റെ ജാസ്മിനെ ഞാൻ ഇനി വിട്ടു കൊടുക്കില്ല. ഇത് പുതിയ അടവാണോ, ഇത് മെലോ ഡ്രാമയാണോ എന്താണെന്ന് അറിയത്തില്ല. നാളെ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. എന്തായാലും ജാസ്മിൻ ഗബ്രിയുടെ ഒരു ബന്ധം ആ കൺവെൻഷൻ റൂമിലും മെഡിക്കൽ റൂമിലും പോയി വന്നതിന് ശേഷം കുറച്ചുകൂടി ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്തു. ഇന്നലത്തെ ആ കരച്ചിലും പിടിച്ചിലും കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ഇതോടെ സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ പിന്നെയും അവരെ കെട്ടിപ്പിടുത്തവും തഴുകലും എല്ലാം ഇതിങ്ങനെ പോകുന്നുണ്ട്. ഇതെന്ത് പ്ലാനാണ്, ബിഗ് ബോസിൻ്റെ പ്ലാനാണോ ആരെ പ്ലാനാണെന്നോ നോ ഐഡിയ. നമുക്കെല്ലാം കണ്ടുകൊണ്ടിരിക്കാം. ഞാൻ ഇങ്ങനെ ബിഗ് ബോസ് റിവ്യൂ ചെയ്യും, നിങ്ങളും ഇത് കാണുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബിഗ് ബോസ് ഹൗസിനകത്ത് നടന്നിരിക്കുന്നത്. നാളത്തെ എപ്പിസോഡ് നല്ല അടിപൊളി ഒരു എപ്പിസോഡാണ്. നോറ നല്ല എന്താ പറയുക, ഒരു ഫുൾ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നാളെ നോറ വരുന്നുണ്ട്. നല്ല ക്യൂട്ട് ലുക്കിലാണ് നോറ വരുന്നത്. എന്തായാലും അടിപൊളി എപ്പിസോഡായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. ഇത്രയും സമയം വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നത്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നാളത്തെ ബിഗ് ബോസിൻ്റെ റിവ്യൂമായി ഞാൻ വരാം. അതുവരെ നിങ്ങൾ നിന്ന് വിട പറയുന്നു. വിജി രമേശ് വ്ലോഗിലെ വിജി. കൂട്ടുകൂടണം, ഇഷ്ടം തരണം, കൂട്ടുകൂടാൻ മറക്കല്ലേ. ബൈ ബൈ.